ഹായ്, ഹലോ. ഇന്നൊരു ഓഫ് ഡേ ആണ്. ഞാൻ മാത്രമല്ല, കൂടെ ഹായ് ഓറി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ വൈകിട്ട് ഒന്ന് ഇറങ്ങി കറങ്ങാൻ പോകാമെന്ന് കരുതി നടക്കുകയാണ്. വേറെ പണിയൊന്നുമില്ല. അങ്ങനെ പോവുകയാണ്. നമ്മുടെ ബക്കാലയിലെ ചെക്കനെ നോക്കി ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ബക്കാലയിലെ കാണിച്ചു തരാം. ദോ ബക്കാല ചെക്കൻ നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനൊരു ഹായ് കൊടുത്ത് നേരെ ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനുശേഷം തിരിച്ച് റൂമിലേക്ക് പോകണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അല്ലേ? അതാണ് പ്ലാൻ. ജലദോഷം, അതുകൊണ്ടാണ് ഇങ്ങനെ ചീറ്റി കിടക്കണം. ആന ചീറ്റും പോലെ. പാവം കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചതാണ്. ആ വൈകിട്ടത്തെ അലയൻ നഗരത്തെ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതെല്ലാം നിങ്ങൾ കണ്ട് മടുത്തായിരിക്കും അല്ലേ ഈ സ്ഥലവും. എൻ്റെ ഈ 24 മണിക്കൂർ ഞാൻ എപ്പം വ്ളോഗ് ഇട്ടാലും ഈ സ്ഥലം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്താ ചെയ്യുക, റൂം വിട്ട ജോലി, ജോലി വിട്ട റൂം, ഓഫ് ഡേയിൽ വല്ലതും കറങ്ങും, അത്ര തന്നെ. അല്ലാതെ വേറെ ഇടത്തും പോകുന്നില്ല. ഇനി പോകാനൊക്കെ പ്ലാനിങ് ഉണ്ട്. പോകുന്ന വഴി സമയത്ത് ഓരോരോ ഞാൻ കാണിച്ചു തരാം. അപ്പം കുറച്ച് അപ്പുറത്തെത്തിയിട്ട് വരാം. ഓക്കെ. വൈകുന്നേര സമയം. ഇന്ന് വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ട് എല്ലാവരും മിക്ക ആൾക്കാർക്കും ഇന്ന് അവധി തന്നെയാണ്. ഇതേ കണ്ട, നല്ലൊരു തിരക്കുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇതിനെ എന്തോ ബംഗാളി മുക്ക അങ്ങനെ എന്തോ ആണ് പറയുന്നത്. കാരണം അവർ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് മുമ്പ് പറയുന്ന പേരാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതുവഴി നേരെ പോയിട്ട് ഇടത്തോട്ട് പോയി ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലം, വലത്തോട്ട് പോയി കഴിയുമ്പോൾ അവൾ ജോലിക്ക് പോകുന്ന സ്ഥലമാണ്. ഇല്ല, ഇതൊക്കെ കാണുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തോന്നും. പക്ഷേ ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ അപ്പം പോലീസ് ഒന്ന് തൂക്കിക്കൊണ്ട് പോകും. ഏതൊരു പോന്ന് സാധനങ്ങളും വാങ്ങണമല്ലോ. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോയി ചായ കുടിക്കണമെങ്കിൽ ഒന്ന് ജിമ്മിൻ്റെ അങ്ങ് പോകണം, അവിടുത്തെ കടയിൽ പോകണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ പോകണം. ആ, കാലിക്കട്ടി പോകണം. കാലിക്കട്ടി പോകണമെങ്കിൽ വീണ്ടും റോഡ് ക്രോസ് ചെയ്യേണ്ട ലൈനിൻ്റെ അവിടെ പോകണം. ആ, അവിടെ ഉണ്ട്. ഈ സമയമായിട്ട് സാധനമൊക്കെ തീർന്നാന്ന് അറിഞ്ഞൂടെ. അവിടെയും ഈ സമയത്തൊക്കെ ഉണ്ട്. അല്ല, വണ്ടികളൊക്കെ നിർത്തി തരും നമുക്ക്. അങ്ങനെ ഭയങ്കര ബഹുമാനമാണ്. നമ്മുടെ സ്വിഗ്ഗി അല്ലേ, നാട്ടിലെ സ്വിഗ്ഗി, അതിൻ്റെ നോൺ ഫുഡാണ് ഇവിടുത്തെ. ഇവിടെ ഈ ഏരിയ മൊത്തം നല്ല തിരക്കാണ്. അപ്പോൾ തിരക്ക് ഇല്ലാത്ത അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പം വരാം. നല്ല ചൊവ്വാന്ന് നടക്കണ ആകാശം കണ്ട. അപ്പം ഇന്ന് വെള്ളി, ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മിക്ക ആൾക്കാർക്കും അവധിയാണ്. അതുകൊണ്ട് ഈ ഏരിയ മൊത്തം നല്ല തിരക്കാണ്. ഇല്ലെങ്കിൽ ഇത്ര തിരക്കില്ല, കുറവാണ് സാധാരണ ദിവസങ്ങൾ. പക്ഷേ ഇന്ന് അവധിയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും കറങ്ങാൻ ഇറങ്ങി ഫുഡൊക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഈ ഒരു തിരക്ക്. ഇതേ കണ്ട ചെക്കന്മാർ ഇവിടുത്തെ വണ്ടിയിൽ പോണത്. ചെറുതും വലുതും എല്ലാവരും ഇതേപോലത്തെ വണ്ടിയിലാണ് പോകണത്. സേഫ്റ്റി ഹെൽമെറ്റ് വയ്ക്കുക, അതിൻ്റെ കുറച്ച് ജാക്കറ്റൊക്കെ വയ്ക്കുക. എന്നാൽ വേണമെങ്കിൽ ആർക്കും ഓടിക്കാം. ലൈസൻസ് വേണമെന്നില്ല. ഇനി എനിക്കും കൂടെ ഒരു വണ്ടി എടുക്കണം. ഞാനത് എവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഇതിപ്പോണ്ട്. അവൾ പറഞ്ഞു വേണ്ടെന്ന്. എന്ത് വേണ്ടെന്ന് പറഞ്ഞ? വേണ്ടെന്ന് പറഞ്ഞത് അവൾക്ക് റിസ്ക്. ഞാൻ ഭയങ്കര സ്പീഡിൽ പോകുന്നു. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഭാഷ പോലും അറിഞ്ഞൂടെ എനിക്ക്. അപ്പം അങ്ങോട്ട് പയ്യെ നടക്കാം. എന്തെങ്കിലും കാഴ്ചകൾ കാണിച്ചും തരാം. ഓക്കെ. ഇത് ഇവിടുത്തെ കുറേ വിഗുകളുണ്ട്. ഇവിടുത്തെ നല്ല ഫാൻസി സ്റ്റോറ്, മൊബൈൽ സ്റ്റോറ്, മൊബൈൽ കട എല്ലാം ഉണ്ട്. നമ്മൾ മുമ്പ് താമസിച്ചിരുന്നതോ അവിടെയാണ്, റോബോ അലയൻ. അവിടെ ആയിരുന്നു നമ്മൾ മുമ്പ് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പുറത്തോട്ട് മാറിയത്. ഈ മലയാളം ബിസ്മി ട്രാവൽസ്, ഈ വാച്ച് കട. ഇത് അവിടെ നമ്മുടെ തിരുവനന്തപുരം ട്രാവൽസും ഉണ്ട്. തിരുവനന്തപുരം കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. ഇതുവഴി നടന്നു പോകുമ്പോഴേ അവിടെ തിരുവനന്തപുരം ട്രാവൽസ് എന്ന് എഴുതി വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ സ്ഥലമാണല്ലോ. അപ്പം നേരെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്.
നേരെ ഇരുട്ടുകയും ചെയ്യുന്നുണ്ട്, റോഡിൽ നല്ല വണ്ടികൾ കൂടുകയും ചെയ്യണുണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്നത് ചായ കുടിക്കണം, അതാണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഓക്കെ. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഇവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ അപ്പുറത്തോട്ട് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കണേ. അപ്പോൾ അപ്പുറത്തോട്ട് പയ്യെ പോവാം. വെട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാലും മാക്സിമം ഉള്ള കാഴ്ചകൾ നിങ്ങളെ കാട്ടിത്തരാം. എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതേ ഈ സിഗ്നലിൽ നിൽക്കുന്നത്. ക്രോസ് ചെയ്തു, ഇനി വെയിറ്റിംഗ് ആണ് പച്ച കത്താൻ വേണ്ടി. ഇവിടെ ഇപ്പം വണ്ടിയില്ല എന്നും പറഞ്ഞ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ, സ്പോട്ടിൽ വരും എന്നും പറയണേ. തന്നെ പറയാൻ വല്ലതും വേണ്ടേ? ഇത് അപ്പുറത്തോട്ട് പോകാനുള്ള സിഗ്നലായിട്ടുണ്ട്. ആഹാ, വണ്ടികളൊക്കെ സ്പീഡിൽ പോകണം. അപ്പം ക്രോസ് ചെയ്തിട്ട് വരാം. ഇപ്പം ഏകദേശം സമയം ഞാൻ കാണിച്ചു തരാം. അത് കഥാണ് 7:02. എന്നാലും ഇരുട്ടിയിട്ടില്ല, നല്ല വെട്ടമാണ്. ഇവിടെ ഇരുട്ട എങ്ങനെ പോലും ഒരു 7:30, 7:45 കൂടെ അടുപ്പിച്ചാവും. ഒന്ന് ഇരുട്ടണമെങ്കിൽ കണ്ടോ. ഇവിടെ 7 മണി സമയത്തെ ഒരു വെട്ടമാണ്. 7 മണി എന്ന് പറയൂല, എപ്പോഴും ഒരു 6-6:15 നമ്മുടെ നാട്ടിൽ തോന്നുള്ളൂ. പ്രകാശം പരക്കട്ടെ, ലൈറ്റൊക്കെ കത്തി. അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നമ്മൾ നടന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാനും നിമിഷങ്ങൾക്കകം ചായയും കടിയും കഴിക്കാനുള്ള കടയുടെ മുന്നിൽ നമ്മൾ എത്തുന്നതാണ്. ഇപ്പം എത്തും, ഇതേ കാണിച്ചു തരാം. ഡേ കാണാം, കാലിക്കറ്റ് ലോഞ്ച്. അവിടെയാണ് ചായയും കടിയും കഴിക്കാൻ പോകണേ. തിരക്കൊന്നുമില്ല പൊടി. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. അകത്തേക്ക് ഉള്ളിലേക്ക് കയറിക്കോ. ഒരു ചായ കുടിക്കാനാണ് വന്നിരുന്നത്. അപ്പോൾ ചായയും കടികളും ഓർഡർ ചെയ്യാൻ പോവുകയാണ്. എന്താ വേണം? ആവശ്യമുള്ള എന്ത് വാങ്ങിച്ചു കഴിച്ചോ, കാരണം പൈസ കൊടുക്കണ നീയല്ലേ. ബർഗറിൻ്റെ ഇഷ്ടംപോലെ എനിക്ക് തോന്നുന്നു ഓരോ ഫ്ലേവറും ഓരോ എന്താ പറയുക, ഫിഷ് ബർഗറുണ്ട്, ചിക്കനുണ്ട്, വെജിറ്റബിൾ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, എല്ലാം ഉണ്ട്. പല വെറൈറ്റീസ് ഉണ്ട് ബർഗറിൻ്റെ. പിന്നെ മുമ്പ് ഇഷ്ടമുള്ളതും ഇപ്പം ഇഷ്ടമല്ലാത്തതുമായ സാധനമാണ് ഇപ്പം അവൾക്കിത്. ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഈ ബുക്ക് നമുക്ക് വേണ്ട, കാരണം നമ്മൾ വെറും ചായയും കടിയും മാത്രമാണ് കഴിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ ടീയും കടിയും. എന്താന്നൊക്കെ പറഞ്ഞത് ഇപ്പം? പിന്നെ പപ്സ്, വാഴയ്ക്കപ്പം, ഏലഞ്ചി, ആയിഞ്ചി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സാധനം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നാണോ അവർക്ക് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ വാ തുറക്കുന്നത് അങ്ങനെ പിടിക്കണില്ല, കടയിരുന്നുണ്ട്. ഏലാഞ്ചി എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളർ സാധനം. അതിൽ എന്തൊക്കെ നിറച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് സ്വീറ്റ്. കാരണം കാലിക്കറ്റ് സ്റ്റോറീസിൽ വന്നിട്ട് അവിടുത്തെ സ്പെഷ്യൽസ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് കുറേ ജോലിയുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ പോകണം, മാർക്കറ്റിൽ പോകണം, വെജിറ്റബിൾസ് വാങ്ങണം. ഇതെല്ലാം മാറ്റിയൊന്നും വേണം. റൂമിൽ പോയിട്ടാണ് കുക്ക് ചെയ്യുക. അതാണ് അടുത്ത മെയിൻ കറങ്ങി. നിന്റെ അടുത്താണ് പബ്സ് ഇല്ലല്ലേ? പബ്സ് ഇല്ല. അപ്പോൾ വേറൊരു സാധനം കഴിച്ച് അത് കൊണ്ടുവരാൻ പോവാണ്. നോക്കാം, കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ചേച്ചി ഐറ്റം എല്ലാം കൊണ്ടുവരികയാണ്. ഇതൊക്കെയാണ് പറഞ്ഞത്. എന്ത് സാധനം എന്നറിയണ്ടടാ, കഴിക്കുക. കഴിച്ചോ.
കൊള്ളാമോ? ഇതെന്ത് പഴം നിറച്ചത്? ഇതെന്തുട്ടാന്തോ? മത്സരത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ആ, ഒരു പഴംപൊരി, ലിസ്റ്റ് പെരുസ്. 2 പേര് മട്ടും താനുള്ളത്. അവളുടെ ഇഷ്ടമല്ലേ? ഇഷ്ടം പോലെ വാഴയ്ക്കപ്പം കഴിക്കട്ടെ അവള്. ഈ നേരത്തെ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കൊടുത്താൽ നിറവേറ്റി കൊടുക്കണമെന്നാണ് എൻ്റെ ഗുരു സിദ്ദിഖിക്ക പറഞ്ഞിട്ടുള്ളത്. കേട്ടിട്ടില്ലേ? ഇത്രയും കഴിച്ചിട്ട് 13 രൂപയായുള്ളൂ. 13 എന്ന് പറയുന്നത് നമ്മളവിടുത്തെ 13 ദർഹമാണ്. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മളെ നാട്ടിലെ ഒരു എത്രയാകണം, ഒരു 250-300 രൂപയ്ക്കകത്ത് അത്രേ ആയുള്ളൂ. അപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് വരാം. ടോട്ടോ ചായ എല്ലാം കുടിച്ച് വയറിൻ്റെ ഒരു ഭാഗം തീർത്തു. ഇനി മാർക്കറ്റിൽ പോകണം, സാധനങ്ങൾ വാങ്ങണം, റൂമിലേക്ക് പോകണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ മുന്നിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, വേറെ ഒന്നും വാങ്ങാനില്ലല്ലോ. എന്തൊക്കെ വാങ്ങാനുണ്ട്? അവൾക്ക് ലിഫ്റ്റ് കിട്ടിക്കണോണ്ട് എന്തോ കുഴപ്പം, അതാണ് സംസാരിക്കാത്ത. പേടിക്കാനും വേണ്ട. അപ്പം മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ട് വരാം. ടോട്ട വീണ്ടും ഇഷ്ടംപോലെ മലക്കറി ഉണ്ട്. നേരെ കിടപ്പുണ്ട് ഫ്രഷ് മലക്കറി എല്ലാം കൊണ്ട്. അവർക്കൊരു 10 മണി വരെ അവിടെ നിന്ന് തന്നെ സാധനം വയ്ക്കാൻ പറ്റും. ഞാൻ കാണണ്ട, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൈ നോക്കിയോ, 12 മണി നിരനിരാന്നിരിക്കണം. വെട്ടം കാണാനില്ല. ഒരു 10 മണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്ത് പോലീസിൻ്റെ ഓട്ടോമാറ്റിക് ഒന്ന് ക്ലോസ് ചെയ്ത് മലക്കറി വിൽപ്പന നിൽക്കും. അവിടെ നിന്നും മലക്കറി വാങ്ങാൻ നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തോട്ടാണ് പോകണം. കേട്ടോ, കാണിച്ചു തരാം. ദേണ്ട ഇരട്ടാണ്ട് വെച്ച് കുറവായിരിക്കും. ഡേ കാണാനാണ് മാർക്കറ്റ്. അതിൻ്റെ അകത്താണ് സാധനങ്ങളൊക്കെ. മലക്കറി, മീൻ, ഇറച്ചി. മീൻ ഉച്ചവരെയൊക്കെ ഉള്ളൂ, നൈറ്റൊന്നും മീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. എല്ലാ സൈഡും മലക്കറി, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് വലിയ മാർക്കറ്റ്. നമ്മുടെ ചെക്കൻ്റെ കട കാണാനില്ല. നമുക്ക് സാധനങ്ങളെല്ലാം നിൽപ്പുണ്ട്. ആലോചിക്കണം എന്തൊക്കെ വാങ്ങണമെന്ന്. അപ്പുറത്ത് കാണുന്നതാണ് മീൻ മാർക്കറ്റ്. മലക്കറി എല്ലാം വാങ്ങണം. എല്ലാം ഫ്രഷ് തന്നെ. കുറച്ചെടുത്താൽ മതി, കുറച്ചവിടെ ഉണ്ടല്ലോ. അതിൽ നല്ല രുചി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ദിവസമല്ല അതിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജ് കുഴപ്പമില്ല, അത് പിന്നെ സാധനം എല്ലാം കയറ്റി വയ്ക്കാം. കുറച്ച് മലക്കറിയും ഫ്രൂട്ട്സും വാങ്ങാം. ഓക്കെ, പുതിന എടുത്ത്, മല്ലിയില, കറിവേപ്പില, തക്കാളി, ഇതെല്ലാം നമുക്ക് 1 രൂപയ്ക്ക് എടുക്കാം. 1 രൂപയ്ക്ക് ഇവിടുത്തെ 1 രൂപയ്ക്ക് 1 ദിർഹത്തിന് പറയാം. ഇതണ്ട വലിയ നല്ല കളറല്ലേ. ഇവിടെ പിന്നെ സാധനത്തിൻ്റെ പൈസ കളയാത്തോണ്ട് കുഴപ്പമില്ല. ഞാനാണെങ്കിൽ വാരിക്കോരി വാങ്ങും. മറ്റേ ഇവർ വിവാദ സിനിമയിൽ നമ്മുടെ ജയസൂര്യേട്ടൻ എന്ന് പറയൂല, ഒരു ചാക്ക് പോരട്ടെ, ആ രീതിയിലാണ് ഞാൻ സാധനം വാങ്ങും പോലെ. ഇഞ്ചി വെളുത്തുള്ളി വേണം. ഫ്രൂട്ട്സ് വാങ്ങണം. പിന്നെ അങ്ങോട്ട് നടന്ന് പോകണം. ചിക്കൻ വാങ്ങണം. ചിക്കനും ഫ്രൂട്ട്സൊക്കെ വാങ്ങണം. ഇനി ഏത് കറിവേപ്പില്ല കേട്ടോ भैया, हाँ यूट्यूब अच्छा കട ഹേ. ഇവിടെ വന്ന ഫ്രഷ് സബ്ജി അല്ലേ, സബ്ജിയാം ഹേ. ഇവിടെ വരിക, നല്ല കിടിലൻ മലക്കറി വാങ്ങുക. ഇതാണ് നമ്മളെ ചെറുക്കൻ. ഡിസ്കൗണ്ട്
डिस्काउंट इधर आओ डिस्काउंट पूरा പിന്നെ ഇവിടെ വരിക നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസ്കൗണ്ട് ഒക്കെ തരും ഓക്കെ സബ്സ്ക്രൈബറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് ചെറുക്കനെ എങ്കിൽ മാത്രമേ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ ഓക്കെ ഓക്കെ അപ്പം എടുത്തോ വില വെള്ളരിക്കത്തേതോ കഴി ഫുൾ ഡയറ്റ് ആയതുകൊണ്ട് ആരോഗ്യം ഇനിത്തോടെ ശ്രദ്ധിക്കണം എനിക്ക് അതുകൊണ്ട് സലാഡ് വെള്ളരിക്ക ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ദേണ്ട ഇവിടെ മൊത്തം കരിവാടാണ് ഇതാണ്ട ഇതുണ്ട് കരിവാട് മൊത്തം കരിവാട് നല്ല കിടിലം കരിവാടുകളാണ് എനിക്ക് ഉണ്ടാക്കാറുള്ളതുകൊണ്ട് ഞാൻ വാങ്ങണില്ല ഈ സ്മെല്ലടിച്ച അവൾ ഛർദ്ദിക്കണോണ്ടും ഇത് വാങ്ങണില്ല ബീട്രൂട്ട് ഉണ്ടോ ആ ബീട്രൂട്ട് ആ ബീട്രൂട്ട് ഭയ്യ ഓ പച്ചവളം എടുത്താ നാരങ്ങ 2 നാരങ്ങയും കൂടെ वो अच्छा बीटरूट है भैया वो बड़ा कवर में दे दो वो छोटा पूरा कवर है लेमन लेमन ग्रीन वाला हाँ छोटा बीन्स चाहिए बीन्स नहीं भैया नेक्स्ट टाइम मेरा फ्रेंड्स को फिर हाई दे दो ओके ഉരുളക്കിഴങ്ങൊന്നും വേണ്ടല്ല ഉരുളക്കിഴങ്ങൊന്നും ആ പേരടിയടി അവരുടെ ഫോൺ വാങ്ങിച്ച് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് അവർക്കൊരു ഉപകാരം കൊടുത്തിട്ട് ഞാൻ തിരിച്ച് അവർക്ക് നമ്മൾ സാധനം വാങ്ങിച്ച് അവരറിയാം ഇനി എനിക്കുള്ള ഉപകാരം ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നു അവരുടെ ഫോൺ വാങ്ങുന്നു पूरा हिंदी है भैया इंग्लिश है ओके भैया पूरा कितना നല്ല ചൂട് ഇനിയിപ്പം സമയം എനിക്ക് സമയം എത്രയാടി 7:45 ഇതെല്ലാം കൂടെ ഒരു കവറിലാക്കാം എല്ലാം കൂടെ സെപ്പറേറ്റ് കവറായതുകൊണ്ട് കൊണ്ട് നടക്കാൻ വയ്യ ദാ ചെറുക്കൻ്റെ ഫോൺ വാങ്ങിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നു ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കോ സബ്സ്ക്രൈബ് ആള് കൊടുക്കും चैनल सब्सक्राइब्ड ये वो में मेरा वीडियो वരും है ओके സാധനമൊക്കെ വാങ്ങുന്നു പൈസ കൊടുത്തിട്ട് വരാം कितने 20 പറ പരിചയപ്പെടുത്ത് ഫ്രൂട്ട്സ് അടുത്ത ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ് ഫ്രൂട്ട്സൊക്കെ എന്നാലും ഉണ്ട് പക്ഷെ നല്ല വിലയുണ്ട് അപ്പോൾ അടുത്ത ഫ്രൂട്ട്സും കൂടെ വാങ്ങിച്ചിട്ട് ഇനി ഇറച്ചിയും കൂടെ നോക്കണം അതുകൂടെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പയ്യെ നടക്കണം ഓക്കെ 3 എടുത്തോ ഇപ്പോഴല്ലേ പച്ചമാങ്ങ കഴിക്കുള്ള കൊതി വാങ്ങിച്ച് കഴിച്ചോടി ഉപ്പിലിട്ട് വയ്ക്കാം കൊണ്ട് അരിഞ്ഞിട്ട് തിന്നിട്ടെ വീണ്ടും ചാനൽ സബ്സ്ക്രൈബറിനെ കണ്ടെത്തി ഇതെനിക്കാണ് 2 ആ വർക്കൗട്ട് വരുമല്ല ആ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ 2 സബ്സ്ക്രൈബേഴ്സിനോട് ഒപ്പിച്ചിട്ടുണ്ട് സാധനം പറഞ്ഞ ഇറച്ചി വാങ്ങാൻ നിൽക്കുകയാണ് ഇതാണ് ഇവിടുത്തെ കോഴിക്കട അവിടെ അവർ ഇറച്ചി വെട്ടണുണ്ട് കോഴിയുടെ കരളുണ്ട് ചെസ്റ്റ് മാത്രമുണ്ട് ലെഗ് പീസുണ്ട് മട്ടയുണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ അടുത്ത് ഇറച്ചിയൊക്കെ വാങ്ങണം പയ്യെ തുടങ്ങണം തളന്ന് റൂമിലോട്ട് പോകണം ഓക്കെ അടുത്തിനി തേങ്ങ വാങ്ങണം കണ്ട തേങ്ങ ചിരകി കൊടുക്കും ഇവിടെയൊക്കെ തേങ്ങ ചിരകി കൊടുക്കും നമ്മൾക്ക് അവിടെ റൂമിൽ ചിരണ്ടാനുള്ള ചിരകയില്ല അപ്പോൾ ഇവിടെ നിന്ന് ചിരകി വാങ്ങിച്ചിട്ട് പോകും
സാധനങ്ങളെല്ലാം വാങ്ങിച്ച് മാർക്കറ്റിൻ്റെ പുറത്തോട്ടിറങ്ങി. എൻ്റെ അമ്മ, ഇതേ ഇവിടെ സാധനങ്ങൾ, ഇതേ കിടക്കുന്ന സാധനങ്ങളൊക്കെ. ഇനി മുറിയിലോട്ട് പോവുകയാണ്. അതിന് മുമ്പ് 1-2 സാധനം വീണ്ടും വാങ്ങണം അല്ലേ? എന്നാ പിടിച്ചോ കുറച്ച് നേരം. അയ്യോ, അപ്പുറത്തോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റൂമിലോട്ട് പോവാം. സിഗ്നലായി. ദേ പോവാണ്. ദേ അപ്പുറത്തോട്ട് പോവാമേ, പോയിട്ടൊക്കെ വരാം. ഇതിപ്പോൾ വന്ന് ദോശ, പൊറോട്ട, റെഡിമെയ്ഡ്, ചപ്പാത്തി, ഇതെല്ലാം വാങ്ങാൻ വന്നത്. ഇതും കൂടെ വാങ്ങിച്ചാൽ ഇനി ഈ മാസത്തേക്കുള്ളത് മൊത്തം തികയുള്ളൂ. അതും കൂടെ വാങ്ങിച്ച് നേരെ പോകണം. എണ്ണ ഉണ്ടെന്നാ എൻ്റെ ഒരു നിഗമനം. അപ്പോൾ പോയി ഇതും കൂടെ എല്ലാം വാങ്ങിയിട്ട് വരാം. അരി ലക്ഷ്യമിട്ട് വന്നു. എല്ലാ തരം അരിയുണ്ട് കേട്ടോ. അരിയുണ്ട്, അവിൽ. ഏത്? ഇതെന്നാ? ഇതന്നെ നമ്മുടെ വീട്ടിലെ അരി. അങ്ങനെ ചെറുത് വാങ്ങി. ഇത് തന്നെ. അല്ലെങ്കിൽ വെള്ള അരി എടുത്താലും മതക്കാലത്ത് ഒരു മുട്ടക്കൂട്ടം എടുത്താ കഴിഞ്ഞല്ല. പോ, ഞാൻ പറഞ്ഞില്ല ഇന്ന് വെള്ളിയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്ക് എല്ലായിടത്തും. അപ്പോൾ ഇതും കൂടെ വാങ്ങിച്ച് മോളിപ്പോൾ ബില്ലടിക്കുന്നു റൂമിലേക്ക്. തണ്ണിമത്തങ്ങ എല്ലാം വരും. ചേട്ടാന്ന് വിളി. ഇനി വാങ്ങൊന്നുമില്ല, പാലും കൂടെ വാങ്ങിച്ചാൽ മതി. ഈ മാസത്തിൽ നല്ല തിരക്കുണ്ട്. നല്ല ഈ ക്യൂ നിന്ന് ബില്ലടിക്കണം, പോകണം.